നമ്മളുടെ ഇസ്രയേൽ മക്കളെ നമ്മളുടെ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് അവരെ മിസ്രൈമിൽ നിന്ന് അവരെ മോശയുടെ നേതൃത്വത്തിൽ അവരെ കൊണ്ടുവന്നു. നമ്മൾക്കറിയാം അവരെ എവിടെ കൊണ്ടുവന്ന് നിർത്തി? ചെങ്കടലിൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തി. അപ്പോൾ ഈ ചെങ്കടൽ കടന്നു വേണം ഇവർക്ക് അക്കരെ കടക്കുവാനായിട്ട്. അപ്പോൾ അവരവിടെ നിലവിളിച്ചതുമൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അവിടെ ദൈവം എന്താണ് മോശയോട് പറഞ്ഞു, നിന്റെ കയ്യിലിരിക്കുന്ന വടി അങ്ങോട്ട് നീട്ടിക്കോളാൻ പറഞ്ഞു. മോശ വടി നീട്ടി, അല്ലെങ്കിൽ കരം നീട്ടി. അപ്പോൾ എന്താ സംഭവിച്ചത്? ചെങ്കടൽ രണ്ടായി പിളർന്ന് ഉണങ്ങിയ നിലമായിട്ടുള്ള വഴി അവിടെ തുറന്നു വന്നു. അവിടെ ഇസ്രായേൽ മക്കൾ കാണുമ്പോൾ അത്രയേ ഉള്ളൂ പരിപാടി അവിടെ മോശ കരം നീട്ടി, അവിടെ ചെങ്കടൽ രണ്ടായി പിളർന്നു. അവിടെ എന്താണ്? ഉണങ്ങിയ നിലമായ വഴി അവിടെ തുറന്നു വന്നു. ആ വഴിയിലൂടെ അവർ അക്കരെ കടന്നു. അത്ര ഇസ്രായേൽ മക്കളുടെ കണ്ണിൽ അവർ കണ്ടിട്ടുള്ളൂ. എന്നാൽ നമ്മൾ വിശുദ്ധ ബൈബിൾ വായിക്കുമ്പോൾ 14-ാം അധ്യായം പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അത് വായിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും, രാത്രി മുഴുവൻ യഹോവയാം ദൈവം എന്താണ് ശക്തിയുള്ളൊരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ രണ്ടായി വിഭാഗിച്ചു എന്ന് നമ്മൾക്കവിടെ കാണുവാനായിട്ട് കഴിയും എന്ന് വെച്ചാൽ വെള്ളം രണ്ട് മതിലായിട്ട് നിന്നു. അങ്ങനെ ആ ശക്തിയേറിയ ദൈവത്തിൻ്റെ ആ ഒരു കാറ്റിനാലാണ് അവിടെ വെള്ളം രണ്ടായി മതിലായി നിന്നതും അതിൻ്റെ ഉണങ്ങിയ നിലമായിട്ടുള്ള വഴി അവിടെ തുറന്നു വന്നതുമെന്ന് നമ്മൾ കണ്ടു. ഈ പ്രോസസ്സിങ് ആര് കണ്ടില്ല? ഇസ്രായേൽ മക്കൾ കണ്ടില്ല. അവരെന്തേ കണ്ടുള്ളൂ? അവർ മോശ കരം നീട്ടിയപ്പോൾ അവിടെ വഴി തുറന്നു വന്നു, അത് മാത്രമേ അവർ കണ്ടുള്ളൂ. എന്നാൽ രാത്രി മുഴുവനും ദൈവം എന്താ ചെയ്തത്? രാത്രി മുഴുവനും ശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റ് ദൈവം അവിടെ അടുപ്പിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് അവിടെ ആ വഴി തുറന്നു വന്നത് എന്നുള്ളത് ദൈവത്തിനറിയാം എന്നാൽ അത് ആർക്കറിഞ്ഞുകൂടാ? എനിക്ക് തോന്നുന്നു മോശ പോലും അറിഞ്ഞിട്ടുണ്ടാകത്തില്ല. അത് കഴിഞ്ഞിട്ടായിരിക്കും മോശയ്ക്ക് അത് ദൈവം വെളിപ്പെടുത്തി കൊടുത്തത്. അത് ഇസ്രായേൽ മക്കളും അത് അറിഞ്ഞിട്ടില്ല. ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ജീവിതത്തിലും ചില അനുഗ്രഹങ്ങളും നന്മകളും വാഗ്ദത്തങ്ങളും നമ്മളുടെ കരത്തിലോട്ട് ലഭിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ശക്തമായ കരം പ്രവർത്തിച്ചു എന്ന് നമ്മൾ പലപ്പോഴും അറിയത്തില്ല. നമ്മൾ വിചാരിക്കും ഇത് ഈസി ആയിട്ട് നമ്മൾക്കത് സാധിച്ചു കിട്ടി എന്ന് നമ്മൾ വിചാരിക്കും. അപ്പോൾ അങ്ങനെയല്ല. ഓരോ ചെറിയ അനുഗ്രഹം എന്ന് നമ്മൾക്ക് തോന്നുന്നതും അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ശക്തമായ പ്രവൃത്തി നടന്നിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. അല്ല എങ്കിലും നമ്മൾക്ക് പലപ്പോഴും ഈസി ആയിട്ട് തോന്നും. നമ്മളുടെ ജീവിതത്തിൽ ഓരോന്നും ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ സാക്ഷ്യം പറയുമ്പോൾ, ദൈവത്തെ അറിയാത്ത വ്യക്തികളോട് സാക്ഷ്യം പറയുമ്പോൾ അവരെന്താ പറയുക? അവർ പറയും, ഇത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് ദൈവത്തെ ആരാധിക്കാത്ത വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ ചിലപ്പോൾ അവർ പറഞ്ഞ് നമ്മുടെ സാക്ഷ്യത്തെ ചിലപ്പോൾ എന്ത് കാണിക്കും? തുച്ഛീകരിക്കുവാനായിട്ട് ശ്രമിക്കും. എന്നാൽ അവർക്ക് അറിഞ്ഞുകൂടാ ഇതിൻ്റെ പിന്നിൽ നമ്മൾക്ക് തരത്തില്ല എന്ന് ഈ പിശാചിനും വ്യക്തികൾക്കും പോരാട്ടമുള്ളത് എപ്പോഴും ആരോടാണ്? വാഗ്ദത്ത സന്തതികളോടാണ്. അപ്പോൾ ഈ മറ്റവർക്ക് ചിലപ്പോൾ എന്താണ്? ദൈവത്തെ ആരാധിക്കാത്തവർക്ക് അത് ഈസി ആയിട്ട് ലഭിക്കും. അവർക്ക് അതിനെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരത്തില്ല. എന്നാൽ ഇവിടെ എന്താണ്? ഇവിടെ അവർ ഭയങ്കര